ഒരുപാട് സംഭവങ്ങൾ രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ 343-ാമത്തെ പേജ്. ഇതൊക്കെ മനസ്സിലാക്കാനും അറിയാനും വളരെ ഉപകാരപ്പെടും. ഈ കിതാബിന്റെ ആധികാരികത നമുക്കറിയാം. കാരന്തൂർ മർക്കസ് സഖാഫത്തി സുന്നിയയിലെ പ്രധാന ഉസ്താദായ മുഹമ്മദ് അബ്ദുൽ മജീദ് കാമിൽ സഖാഫി അശ്ശാഫിഈ എഴുതിയ ഗ്രന്ഥം ഈ ശവ്വാലിൽ പുറത്തിറങ്ങിയതാണ്. വളരെ പ്രധാനപ്പെട്ട കറാമത്തുകളൊക്കെ പറയുന്ന വളരെ വിഖ്യാതമായ ഗ്രന്ഥമാണ്. അതിൽ കറാമത്ത് പറയുന്നു, കറാമാത്തിഹി മാ നഖറ സയ്യിദ് യൂസുഫ് കോയൽ ബുഖാരി അൽ ജിലാനി അൽ വൈലത്തൂരി. അതിന്റെ റാവികളൊക്കെ അങ്ങനെ തന്നെ പറയും. വൈലത്തൂരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കറാമത്ത് രേഖപ്പെടുത്തുന്നത്. അന്നൽ ആലിം ജാഅ ഇലാ ഹദറത്തിഹി റളിയല്ലാഹു അൻഹു മഅബിനിഹി വദാലിക യൗമൽ ജുമുഅ. ഒരു വെള്ളിയാഴ്ച ദിവസം മഹാനായ മടവൂർ ശൈഖുനയെ കാണാൻ വേണ്ടി നാട്ടിലെ ഒരു വലിയ ആലിമും അദ്ദേഹത്തിന്റെ മകനും വന്നു. വെള്ളിയാഴ്ചയാണ്. ശൈഖുനയെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? ഈ ആലിമായ ആള്. പരിചരിച്ചുകൊണ്ടിരിക്കുമ്പോ രോഗിയെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാള്. ജുമാന്റെ ദിവസമാണ്. രോഗിക്ക് ഇവരുടെ ശുശ്രൂഷ ആവശ്യമുണ്ടെങ്കിൽ ജുമാക്ക് പോകുന്നതിന് ഉദുറുണ്ട് എന്ന് ഈ പണ്ഡിതൻ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതെല്ലാരും പഠിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി വരെ ജുമാ ഒഴിവാക്കാന്ന് പഠിച്ച കാലാണ്. അതിന് കൂടുതൽ പറയേണ്ടില്ല. അപ്പോ അങ്ങനെ മഹാനരായ മടവൂർ ശൈഖുനക്ക് ഖിദ്മത്തിലായി ഈ ആലിം അവിടെ തന്നെ നിന്നു. മകൻ പറഞ്ഞു, ഞാൻ ജുമാക്ക് പോയി വരാം. നിങ്ങളേതായാലും അവരെ ഖിദ്മത്തിലാണല്ലോ. അങ്ങനെ മകൻ ജുമാക്ക് പോവുകയാണ്. പണ്ഡിതനായ ഉപ്പ ശൈഖുനയുടെ കൂടെ തന്നെ. ഒരു വിചാരിച്ച ശൈഖുന പോകുമ്പോ എനിക്കും പോവാ, അതുവരെ അവിടത്തെ ഖിദ്മത്തിലായി നിൽക്കാന്നാ വിചാരിച്ചത്. അങ്ങനെ വലമ്മാ സ്വല്ലൽ ജുമുഅ ജാഅൽ ഇബ്നു ഇലൽ വാലിദ് യാ വാലിദീ ലിമ ലാ തജീഉ ലിൽ ജുമുഅ. മകൻ വന്ന് ഉപ്പയോട് ചോദിക്കുന്നു, ഉപ്പാ എന്താ നിങ്ങൾ ജുമുഅക്ക് വരാത്തത്? എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? അപ്പൊ വാപ്പ പണ്ഡിതനാണ്. ഉപര് പറഞ്ഞു, ഞാനിവിടെ ഇവരെ പരിചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ച് അവര് വരുമ്പോ കൂടെ വരാ. അവരെ പരിചരിച്ചുകൊണ്ടിരിക്കേ فكيف هذا لاني صليت الجمعه مع شيخنا سيم. ഞാൻ പള്ളിയിൽ ജുമുഅ നിസ്കരിച്ചത് കേരളത്തിൽ നടന്ന കഥയല്ലേ, മലയാളത്തിൽ എഴുതി കൂടെ നിങ്ങൾക്ക്? പിന്നെ എങ്ങനെ സത്യം മനസ്സിലാക്കുവേ? ശൈഖുനാക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ വാപ്പ. മകൻ പറയുന്നു, വെള്ളിയാഴ്ച പള്ളിയിൽ ഞാൻ ജുമുഅക്ക് നിന്നത് ശൈഖുനായുടെ തൊട്ടടുത്താണ്. കുമ്പിടിയാണ്, കുമ്പിടി ഏറ്റവും അടുത്താണ്. കുമ്പിടി. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ സ്വീകരിക്കൂല. ഞാൻ ശരിക്കും നോക്കിയത് തന്നെയാണ്. ശൈഖുന ഷറാത്താക്കി കണ്ട ഞാൻ ജുമുഅ കഴിഞ്ഞ് വരാണ്. അതിന്റെ അപ്പുറത്ത് വേറെ ജുമുഅ ഉണ്ടായിരുന്നു. തർക്കം തീരുകയാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ. ഫഖാലൽ വാലിദു ലിവലദിഹി വഹുവ ഫീ ബൈതിഹി മൗജൂദ്. ഇന്നും ആ സംഭവം വിശദീകരിച്ച ആളുകളുണ്ട് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അവരുടെ അവസ്ഥ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന അറിവ്, ആ അറിവാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ശൈഖുന അവിടെയുണ്ട്, ശൈഖുന എവിടെയുണ്ട്. കുമ്പിടിയാണ് ശൈഖുന എന്നാണ് ഇപ്പോ നൗഷാദ് ഹസനി പറയണത്. ഇത് ന്യായീകരണമൊന്നുമല്ല സഹോദരന്മാരെ. ഇതുപോലെ ശൈഖുന പല ഭാഗത്തും ഒരേ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇവര് പാടി നടന്നപ്പോ ചില ആളുകൾ പറഞ്ഞു, പൊന്നു ചെങ്ങായിമാരെ, ഇങ്ങനത്തെ നുണങ്ങൾ ഇങ്ങനെ പാടിയും കൊണ്ട് നടക്കണ്ട. ഈ വഹാബികളും അതുപോലെ തന്നെ നിരീശ്വരവാദികളും അതുപോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ നമ്മളെങ്ങനെ ട്രോളുന്നുണ്ട്, നിങ്ങൾ കുറച്ചൊന്ന് നിർത്തിക്കളിയും എന്ന് പറഞ്ഞപ്പോ ഇതുണ്ടോ നിങ്ങളെ കുത്തുഫുല്ലാലം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുക്കിൽ നിങ്ങൾ എഴുതി വെച്ചാണ് ഞങ്ങൾ പാടുന്നത് എന്ന് പറയാണ് നൗഷാദ് ഹസൻ ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് അബ്ദുൽ ഹക്കീം അസ്അരി പറഞ്ഞ ബദ്രീങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ ആ വാക്കിനെ ന്യായീകരിക്കുന്ന ഒരു തങ്ങള്, മുസ്ലിയാരി വേഷത്തിലുള്ള ഒരു തങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഹക്കീം ഉസ്താദിന്റെ മകന്റെ ക്ലിപ്പ് എല്ലാരും കേൾക്കുന്നുണ്ടോ? കേട്ടു. നോളജ് സിറ്റിയുടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അസ്മാവുൽ ബദറും ബദറു മൗലൂദും ചൊല്ലി ബദരീങ്ങളെ വെച്ച് ദുആ ചെയ്തപ്പോൾ ആണ് മുഴുവൻ വിജയത്തിന്റെയും കാരണമെന്ന് മാത്രമല്ല
ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്താൻ പറ്റിയ രൂപത്തിൽ നോളജ് സിറ്റിയുടെ ജാമിഉൽ ഫുതുഹനാണ് തോന്നുന്നത് പറഞ്ഞത് 313 നമ്പർ കിട്ടിയത്. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. മുൻനിർത്തിയൊന്നുമല്ല, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. ആ ബദരീങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും. ബദരീങ്ങളെ മനസ്സുറപ്പിച്ചൊന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിലേറ്റവും വലിയ അനുഭവം തന്നെയാണ് നോളജ് സിറ്റിയുടെ കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായത്. അതിങ്ങനെ ക്ലിപ്പാക്കി ഇങ്ങനെ പുറത്തിങ്ങനെ ഇറപ്പാക്കി ചില ആൾക്കാർ പരിഹസിക്കുന്നുണ്ട്. പരിഹസിക്കുന്ന ആൾക്കാർ ഇങ്ങനെ അവരുടെ കൂടാരത്തിൽ ഇത് പരിഹസിക്കാന്നല്ലാതെ സമൂഹം അതൊക്കെ ഇങ്ങനെ അന്തല്ലാത്തോലെ മോലെ പറ്റി മനസ്സിലാക്കുന്നുണ്ട്. അന്തള്ളൊരു കൗമ സമൂഹത്തിലുണ്ടല്ലോ. അതിങ്ങനെ ക്ലിപ്പാക്കി ഇങ്ങനെ പുറത്തിങ്ങനെ ഇറപ്പാക്കി ചില ആൾക്കാർ പരിഹസിക്കുന്നുണ്ട്. അതിങ്ങനെ ക്ലിപ്പാക്കി ഇങ്ങനെ പുറത്തിങ്ങനെ ഇറപ്പാക്കി ചില ആൾക്കാർ പരിഹസിക്കുന്നുണ്ട്. പരിഹസിക്കുന്ന ആൾക്കാർ ഇങ്ങനെ അവരുടെ ആ കൂടാരത്തിൽ ഇത് പരിഹസിക്കാന്നല്ലാതെ സമൂഹം അതൊക്കെ ഇങ്ങനെ അന്തല്ലാത്തോലെ മോലെ പറ്റി മനസ്സിലാക്കുന്നുണ്ട്. അന്തള്ളൊരു കൗമ സമൂഹത്തിലുണ്ടല്ലോ. അപ്പൊ ഈ സദസ്സിൽ തന്നെ നമ്മളിപ്പോ ഒരാട് ഇവിടെ അർത്തു പറഞ്ഞു. അന്ന് കുറെ ആൾക്കാർ നമ്മളെ പ്രസംഗിച്ച ക്ലിപ്പൊക്കെ ഇട്ടിട്ട് മൂപ്പരെ പള്ള വീർപ്പിക്കാൻ വേണ്ടി ഇറച്ചാക്കി കൊടുത്ത മകള് 3 തവണ ഗർഭിണിയായി, കുട്ടികൾ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ 4ാമത് ഗർഭിണിയാണ്. 4ാമത് ഇൻഷാ അല്ലാഹ് പ്രസവം പൂർത്തിയാവും. ഈ സദസ്സിലേക്ക് വലിയൊരാട് നേർച്ചാക്കാൻ പറയാം കേട്ടോ. ശരി, കുട്ടിന്റെ എപ്പോഴുണ്ട്. നേർച്ചാക്കിയല്ലോ. ആരാണ്? നിങ്ങൾ റെഡിയല്ലേ? നിങ്ങളോട് എപ്പോഴും ഉണ്ടാകുന്ന ആളാണല്ലോ. ഫൈസലിന്റെ വലിയ ചെമ്പില്ലേ അവിടെ വെള്ളത്തില്, അതിന് കുറച്ച് വെള്ളം കൊടുത്തേക്കണ്ടിട്ടാ. ഫൈസലിനോട് കുറച്ച് വെള്ളം വാങ്ങിക്കൊണ്ടേ. നമ്മളെ ഫൈസലിന്റെ വലിയ പാത്രം ഉണ്ട് ഇവിടെ, അതിന് കുറച്ച് വെള്ളം വാങ്ങിയിട്ട് മോക്ക് കൊടുത്തോളണ്ടി. എത്ര മാസമായി ഇപ്പോ? 2 മാസമായിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ മാസം ഇവിടെ ഒന്ന് കുപ്പി വെച്ച് വെള്ളം കൊണ്ടോണേ. ഓല് അന്തംഗമ്യകളായിട്ട് പറയുന്ന കാര്യങ്ങള്, അള്ളാഹു നൽകുന്ന കുട്ടിക്ക് ഇവരാറിനെ കൂലി വാങ്ങാണ്, എന്നിട്ട് അത് അയാളെ പള്ളയല്ലാതെ പിന്നെ നമ്മളെ പള്ളയാണ് വീർക്ക സഹോദരന്മാരെ. ആ പേരും പറഞ്ഞിട്ട് അയാള് വാങ്ങിയിട്ട് അയാള് തിന്ന അയാളെ പള്ളയല്ലേ വീർക്കുള്ളൂ. ഇപ്പൊ ഇവിടെ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ ആ കാര്യത്തിനെയാണ് ഇയാള് ന്യായീകരിച്ചും കൊണ്ടുവരുന്നത്. ഇനി ഒരു കഥയും കൂടി നമുക്ക് കേൾക്കാണ്ട്. കഥകൾ കുറെ ഉണ്ട്. ഈ വീഡിയോയിൽ ഒരു കഥയും കൂടി നമുക്കൊന്ന് ഉൾപ്പെടുത്താനുണ്ട്. ചെരുപ്പ് കാണാതായ ബടായിയാണ്, ചെരുപ്പോട് കിട്ടാത്തതിന്റെ കുറവാണെന്നാ പറഞ്ഞത്. നോക്കാം. എല്ലാ ദിവസവും ഇങ്ങനെ ചെരുപ്പ് നഷ്ടപ്പെട്ടു പോയാലോ? ഉസ്താദ് പറഞ്ഞത് അപ്പടി സ്വീകരിച്ചു. മഖാമിൽ ചെന്നു. ബഹുമാനപ്പെട്ടവരുടെ മുന്നിൽ ആ മുതഅല്ലിമിന് പറയാവുന്ന രൂപത്തിൽ ആ കുട്ടി അങ്ങ് സങ്കടം പറഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ കുട്ടി പിറ്റേ ദിവസം രാവിലെയും ചെരുപ്പ് നഷ്ടപ്പെട്ടതായി കാണുന്നു. പക്ഷേ ആ കുട്ടി അന്ന് നിരാശനല്ല. ആ കുട്ടി ഉസ്താദിനോട് വന്ന് പരാതി പറയുന്നു, എൻ്റെ ചെരുപ്പ് കാണാനില്ല. പക്ഷേ ഞാൻ ഇന്നലെ രാത്രി സിയാറത്ത് ചെയ്തു. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി മഹാനവർകൾ സ്വപ്നത്തിൽ എൻ്റെ അടുക്കൽ വന്നു. ജീവിതകാലത്ത് ഞാൻ കണ്ടിട്ടില്ല, ശരിയാണ്. പക്ഷേ ഫി ഹൈഅത്തി കദാ വ കദാ വലിബാസുഹു കദാ വ കദാ, ആ വന്ന ആൾ CM വലിയുല്ലാഹിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അവിടുത്തെ സംസാരത്തിൽ നിന്ന് അങ്ങനെയൊക്കെ തോന്നി. അവിടുത്തെ വേഷം ഇതാ ഈ പറയുന്ന രൂപത്തിലൊക്കെയാണ്. അവിടുന്ന് എന്നോട് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു തന്നു. ആ വ്യക്തിയോട് ഇനി അങ്ങനെ ചെരുപ്പെടുത്ത് എറിഞ്ഞു കളയരുത് എന്ന് ഉസ്താദ് ഉപദേശിക്കണം. ഉസ്താദിനോട് അങ്ങനെ പറയാൻ പറഞ്ഞു. ഉസ്താദ് ആളെ ചോദ്യം ചെയ്താൽ ആളെ കിട്ടും. പേര് ഉസ്താദ് എനിക്ക് ശൈഖുന പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വ്യക്തിയോട് പറഞ്ഞാൽ ഇനി അവനെ പണി ചെയ്യൂല എന്നും ശൈഖുന പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, സ്വകാര്യമായി പരാമർശിക്കപ്പെട്ട പേര്. ആ വ്യക്തിയെ വിളിച്ചു. ആ വ്യക്തി വന്നു. ഉസ്താദ് ഒന്ന് കണ്ണുരുട്ടി ചോദ്യം ചെയ്തപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ സംഭവം കുട്ടി സമ്മതിച്ചു. ഇത്രയും കാലങ്ങളിൽ ചെയ്തത് ഞാൻ തന്നെയാണ് എന്ന് അവൻ ആവർത്തിക്കുകയും ഉസ്താദ് ഗൗരവത്തോടെ കാത്തിയത് ചെയ്തപ്പോൾ കുമ്പസരിക്കുകയും ചെയ്തു. പിന്നെ ആ പ്രശ്നം ഇല്ല. പ്രിയമുള്ളവരെ, ഇതിൽ കാണിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ഒരാള് ഒരു തന്ത്രപൂർവമായി കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതും കറാമത്താക്കിയിട്ട് ഇവർ പാടി നടക്കും എന്നത് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു കുട്ടിയുടെ ചെരുപ്പ് എടുത്ത് വലിച്ചെറിയുന്നു എന്നതാണ് പരാതി. അപ്പൊ കുട്ടിക്ക് ഒരാളെ സംശയമുണ്ട്. പക്ഷെ കുട്ടിക്ക് അത് പറയാൻ പേടി. കാര്യം കുട്ടി ദർസുട്ടിയാണ്. അപ്പോ ആ കുട്ടീനേക്കാൾ വലിയൊരാളായിരിക്കാം.
അപ്പൊ എന്ത് ചെയ്തു, ഉസ്താദിനെയും കൂടി പറയിപ്പിച്ചിട്ട്, ഒരു കറക്കിക്കുത്താണ്, ആളെന്നെയാണെന്ന് ഉറപ്പില്ല. അപ്പൊ ഉസ്താദിനെയും കൂടി പറയിപ്പിച്ച കാര്യം ഓക്കെ ആവും. പക്ഷെ ഉസ്താദിനെയും കൂടി പറയിപ്പിക്കാനും കുട്ടിക്കൊരു പേടി, ഇയാൾ അല്ലെങ്കിലോ. അപ്പോഴാണ് കുട്ടിക്കൊരു ബോധോദയം ഉണ്ടായത്. CM മനാമിൽ വന്നു, സ്വപ്നത്തിൽ വന്നു, പണ്ട് പടാപ്പുറത്ത് കിടക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞമാര്. അങ്ങനെ സ്വപ്നത്തിൽ വന്നിട്ട് ഉസ്താദെ ഇങ്ങളെ താഴെടുത്തൊന്ന് പറയാൻ പറഞ്ഞേക്കണു എന്ന് പറയിപ്പിച്ചിട്ട് കുട്ടിയുടെ തന്ത്രപൂർവമായിട്ടുള്ള ഒരു കാര്യം അവിടെ ഇറക്കി. അതിന്ന് മോലിയക്കന്മാര് കറാമത്തായിട്ട് പാടി അടക്കാണ്. ഇതാണ് സഹോദരന്മാരെ ഇവരുടെ കറാമത്തുകള്. നേരത്തെ നമ്മള് കുത്തുഫുല്ലാലത്തിന്റെ കറാമത്ത് നൗഷാദ് ഹസനി പറഞ്ഞു കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഇവരുടെ കറാമത്തുകൾ വരുന്ന വഴികള് അത് കാണിക്കുവാൻ കൂടിയായിരുന്നു ഈ വീഡിയോ എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള കള്ളക്കറാമത്തുകളുമായിട്ട് ഇവര് രാവും പകലുമില്ലാതെ ഓടി നടന്ന് കറാമത്ത് പാടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.